ഹായ് ഓൾ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1-ലെ ക്വസ്റ്റ്യൻ ആണ്. മാമൽസ് ആർ ആനിമൽസ് വിച്ച് ഗീവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് ദം. മാമൽസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പ്രസവിക്കുകയും അവരെ മുലയൂട്ടുകയും ചെയ്യുന്ന ജീവികളെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് മാമൽ. മാമലിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ ഓപ്ഷൻ എന്താണ്? ദേ ലേ എഗ്സ്, അതെന്ത് ചെയ്യും? മുട്ടയിടും എന്നാണ് പറയുന്നത്. ബി ഓപ്ഷൻ ദേ ഹാവ് പിന്ന ഓൺ ദെയർ ഇയേഴ്സ്, അവരുടെ ചെവിക്ക് എന്തുണ്ട്? പിന്നുണ്ട്. പിന്ന എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ പോർഷൻ, ഇയറിൻ്റെ ഔട്ടർ പോർഷൻ, നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്ന ചെവിയില്ലേ, അതാണ് പിന്ന എന്ന് പറയുന്നത്. പിന്ന ഉണ്ട് എന്നാണ് പറയുന്നത്. ദെയർ ബോഡി ആർ കവേർഡ് വിത്ത് ഹെയർ ഓർ ഫർ, അവരുടെ ബോഡി എന്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്? ആ ഹെയർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഫീഡ് മിൽക്ക് ടു ദെയർ യങ് വൺസ്, അവരുടെ കുട്ടികൾക്ക് അവർ മുലയൂട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതിലേതാണ് മാമൽസിൻ്റെ ക്യാരക്ടർ അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഏതാണ് ക്യാരക്ടർ അല്ലാത്തത്? ദേ ലേ എഗ്സ് എന്നുള്ളതാണ് ക്യാരക്ടർ അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, യു മൈറ്റ് ഹാവ് ഹിയർഡ് അബൌട്ട് ആംഫീബിയൻസ്. വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? 1 ഫീച്ചർ ഈസ് ഗിവൺ ബിലോ, റൈറ്റ് 2 more. അപ്പം ആംഫീബിയൻസിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ഒരു ഫീച്ചർ താഴെ തന്നിട്ടുണ്ട്, ബാക്കി 2 എഴുതാനാണ് പറയുന്നത്. ഒന്നെന്താണ് തന്നത്? ലീവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. ആംഫീബിയൻസിന് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി ബാക്കി 2 ഫീച്ചേഴ്സ് നിങ്ങൾ എഴുതണം. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? മോയിസ്റ്റ് സ്കിന്ന് എന്ന് എഴുതാം, അവയ്ക്ക് ഈർപ്പമുള്ള ചർമ്മമാണ്. പിന്നെ അടുത്തത് എന്ത് എഴുതാം? ദേ ലേ എഗ് ഇൻ വാട്ടർ, അവ വെള്ളത്തിൽ മുട്ടയിടുന്നു. ഈ 2 കാര്യങ്ങളും നമുക്ക് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ ആണ്. ടോഡ്പോൾ ഈസ് ഫോംഡ് ബൈ ദി ഹാച്ചിങ് ഓഫ് എഗ് ഓഫ് ഫ്രോഗ്സ്. നെയിം ദീസ് ഫിനോമിനൻ. റൈറ്റ് ദി നെയിം ഓഫ് ഓർഗാനിസം വിച്ച് ഷോസ് ദീസ് ഫിനോമിനൻ അതർ ദാൻ ഫ്രോഗ്. തവളയുടെ മുട്ട വിരിഞ്ഞിട്ട് ഉണ്ടാകുന്നതാണ് എന്ത്? വാൽമാക്രി. ഈ പ്രതിഭാസത്തെ എന്ത് വിളിക്കുന്നു? തവള അല്ലാതെ ഈ പ്രതിഭാസം കാണിക്കുന്ന മറ്റൊരു ജീവിയുടെ പേര് എഴുതാനാണ് പറയുന്നത്. ഈ ഒരു പ്രതിഭാസത്തെ എന്താണ് പറയുന്നത്? മെറ്റാമോർഫോസിസ്, അതായത് രൂപാന്തരം എന്നാണ് പറയുന്നത്. അനദർ ഓർഗാനിസം ആണ് ഇത്? ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ഈ പ്രതിഭാസം വഴി ഉണ്ടാകുന്ന വേറൊരു ഓർഗാനിസം ആണ് ഇത്? ഈ പ്രതിഭാസം കാണിക്കുന്ന വേറൊരു ഓർഗാനിസം ആണ് ബട്ടർഫ്ലൈ. അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 2. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രൈമറി റീസൺ ഫോർ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് എക്സ്റ്റിൻഷൻ ഓഫ് റെപ്റ്റൈൽസ്? ചൂസ് ഇറ്റ് ഫ്രം ബിലോ. അതായത് ഉരഗങ്ങളുടെ എണ്ണം കുറയാനും വംശനാശം സംഭവിക്കാനും താഴെ പറയുന്നവയിൽ പ്രധാന കാരണം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ? എ ഓപ്ഷൻ ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ബി ഓപ്ഷൻ ലോ ബ്രീഡിങ്, സി ഓപ്ഷൻ നോൺ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഡി ഓപ്ഷൻ ഈറ്റൺ ബൈ അതർ ആനിമൽസ്. ഏതാണ് ഇതിൽ ഓപ്ഷൻ വരുന്നത്? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, അതായത് ഓപ്ഷൻ നമ്പർ എ ആണ്. ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം ആണ് മെയിനായിട്ടുള്ള കാരണം. അടുത്തത് പറയാണ് ക്ലാസിഫൈ ദി ഫോളോയിങ് ഓർഗാനിസംസ്. താഴെ തന്നിട്ടുള്ള ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഓർഗാനിസം ഏതൊക്കെയാണ്? റാബിറ്റ്, സ്നേക്ക്, ഹൗസ് ലിസാർഡ്, കൗ ഒക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? അപ്പോൾ ആദ്യം അവർ തന്നത് മാമൽസ് ആണ്. അടുത്തത് നമുക്ക് എന്ത് പറയാം? റെപ്റ്റൈൽസ് എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. മാമൽസ്, റെപ്റ്റൈൽസ് എന്നാക്കിയിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മാമൽസ് എന്ന് പറയുമ്പോൾ ഏതാണ്? സസ്തനികളാണ്. അതിൽ വരുന്ന ഓർഗാനിസംസ് ആണ് ഏതൊക്കെ? റാബിറ്റ്, കൗ ഒക്കെ. അടുത്തത് റെപ്റ്റൈൽസ്, ഉരഗങ്ങളാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ വരുന്നതാണ് ഏതൊക്കെ? സ്നേക്കും ഹൗസ് ലിസാർഡും ഒക്കെ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ സ്നേക്ക് ബൈറ്റ് ബിഫോർ ടേക്കിംഗ് ടു ദി ഹോസ്പിറ്റൽ. ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. കീപ് ദി എഫക്റ്റഡ് ബോഡി പാർട്ട് ഇമ്മൊബൈൽ, അതായത് ആ കടിയേറ്റ ഭാഗം എന്താ ചെയ്യുക? അനക്കാതെ വെക്കുക. ആൻഡ് പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട് ടു സ്റ്റേ കാം, രോഗിക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുക. പിന്നെ ഐഡൻറ്റിഫൈ ദി സ്നേക്സ്, ട്രൈ ടു റിമെമ്പർ ദി സ്നേക്സ് കളർ ആൻഡ് ഷേപ്പ് ടു ടെൽ ദി ഡോക്ടർ ബട്ട് ഡു നോട്ട് ട്രൈ ടു ക്യാച്ച് ഓർ കിൽ ഇറ്റ്. പാമ്പിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. പാമ്പിൻ്റെ നിറവും രൂപവും ശ്രദ്ധിക്കുന്നത് ചികിത്സക്ക് സഹായിക്കും. അടുത്തത് ആക്ടിവിറ്റി 3. വാട്ട് ഷുഡ് ബി ടേക്ക് കെയർ ഓഫ് ഹെൽത്ത് ഓഫ് ടങ് വിച്ച് ഈസ് ദി ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ. അതാണ് ആക്ടിവിറ്റി 3-ലെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ഹെൽത്ത് ഓഫ് ടങ്. നാവിൻ്റെ
ആരോഗ്യത്തിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് എ ക്വസ്റ്റ്യന്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം നാവിൻ്റെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വി ഷുഡ് ക്ലീൻ അവർ ടങ് ഡെയിലി യൂസിങ് എ ടങ് ക്ലീനർ വൈൽ ബ്രഷിങ് അവർ ടീത്ത്. പല്ല് തേക്കുമ്പോൾ ദിവസവും ടങ് ക്ലീനർ ഉപയോഗിച്ചിട്ട് നാവ് വൃത്തിയാക്കണം. ഓൾസോ അവോയ്ഡ് ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് ഐറ്റംസ് ദാറ്റ് ആർ എക്സ്ട്രീംലി ഹോട്ട് ആസ് ദേ ആർ ഡാമേജ് ദി ടേസ്റ്റ് ബഡ്സ്. ടേസ്റ്റ് ബഡ്സിന് ദോഷകരമായി ബാധിക്കുന്നതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? അമിതമായിട്ട് ചൂടുള്ള വസ്തുക്കൾ കുടിക്കുന്നതും കഴിക്കുന്നതും ഒഴിവാക്കണം. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദി ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ? ഏതാണ് ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ എന്നാണ് ചോദിക്കുന്നത്. എ ഓപ്ഷൻ ഇയർ, ബി ഓപ്ഷൻ ഐ, സി നോസ്, ഡി സ്കിന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷനാണ്. സ്കിന്നാണ് ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ ആയിട്ട് വരുന്നത്. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ പോസ്റ്റർ ഇൻ കണക്ഷൻ വിത്ത് ഐ ഡൊണേഷൻ. ഐ ഡൊണേഷനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? എന്തൊക്കെ എഴുതാം? ഡൊണേറ്റ് ഐസ്, ഗിവ് സൈറ്റ് ടു ദി ബ്ലൈൻഡ്. നേത്രദാനം ചെയ്യൂ, അന്ധരായവർക്ക് കാഴ്ചയേക്കൂ. പിന്നെന്ത് എഴുതാം? ലെറ്റ് യുവർ ഐ സീ ദി വേൾഡ് ഈവൻ ആഫ്റ്റർ യു. നിങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ കണ്ണുകൾ ലോകം കാണട്ടെ. ഇത് വെച്ചിട്ട് നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം. അടുത്തത് ആക്ടിവിറ്റി 4 ക്വസ്റ്റ്യൻ എ ആണ്. ക്ലാസിഫൈ ദി ഫോളോയിങ് ബേസ്ഡ് ഓൺ ദെയർ പാർട്സ് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് ചെടികളും അതുപോലെ തന്നെ കുറച്ച് കായ്കളൊക്കെ തന്നിട്ടുണ്ട്. അത് നിങ്ങളോട് എന്താണ് പറയുന്നത്? കുറച്ച് പച്ചക്കറികളും ചെടികളും പൂക്കളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് നടാൻ വേണ്ടിയിട്ട് ഏത് പാർട്സാണോ ഉപയോഗിക്കുക അതിനനുസരിച്ചിട്ട് ഇത് ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഇവിടെ ഏതൊക്കെയാണുള്ളത്? ടാപ്പിയോക്ക ഉണ്ട്, ലേഡീസ് ഫിംഗർ, ഹിബിസ്കസ്, പാഡി, അമരാന്തസ്, റോസ്, ഇതൊക്കെ ഉണ്ട്. ഇനി നമുക്ക് 2 ബോക്സ് തന്നിട്ടുണ്ട്. ആദ്യത്തേതിൽ എന്താണ്? ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റിങ് സ്റ്റെമ്മ്, അതായത് സ്റ്റെമ്മ് നട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് എന്താണെന്ന് നമ്മൾ എഴുതണം. ഇനി സ്റ്റെമ്മ് നട്ടിട്ട് ഉണ്ടാക്കുന്നതിലുള്ള ആദ്യത്തേതാണിത് ഹിബിസ്കസ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി നമ്മൾ പൂരിപ്പിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ബൈ പ്ലാന്റിങ് സ്റ്റെമ്മ്, തണ്ട് നട്ട് വളർത്തുന്നവയാണ് ഹിബിസ്കസ്, റോസ്, ടാപ്പിയോക്ക. ഇനി അടുത്തതാണ് ദോസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ്സ്, വിത്തിലൂടെ വളർത്തുന്നവയാണ് പാഡി, നെല്ലും, ലേഡീസ് ഫിംഗറും അതുപോലെ തന്നെ അമരാന്തസും. അമരാന്തസ് എന്ന് പറഞ്ഞാൽ ചീര, ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ വെണ്ട, പാഡി എന്ന് പറഞ്ഞാൽ നെല്ല്. ഇതൊക്കെ വിത്തിലൂടെയാണ് വളർത്തുന്നത്. ഇനി ഹിബിസ്കസ്, റോസ്, ടാപ്പിയോക്ക ആണെന്നുണ്ടെങ്കിൽ തണ്ട് നട്ടാണ് വളർത്തുന്നത്. അടുത്തത് പറയാണ്, ഇഫ് ദി സീഡ് സ്പ്രോഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി പ്ലാന്റ്, സാപ്ലിംഗ് കനോട്ട് ഗ്രോ പ്രോപ്പർലി. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്? എന്താണ് ഇതിൻ്റെ ആൻസർ? എന്താണ് പറയുന്നത്? വിത്തുകൾ മാതൃസസ്യത്തിൻ്റെ താഴെ തന്നെ മുളയ്ക്കുകയാണെങ്കിൽ തൈകൾക്ക് ശരിയായി വളരാൻ കഴിയില്ല. വിത്ത് വിതരണത്തിൻ്റെ വിവിധ രീതികൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ത് എഴുതാം? ത്രൂ വിൻഡ് അതിൽ തന്നിട്ടുണ്ട്. അടുത്തതാണ് ത്രൂ വാട്ടർ, വെള്ളത്തിലൂടെ. അടുത്തത് ത്രൂ ആനിമൽസ് ഓർ ബേർഡ്സ്, മൃഗങ്ങളിലൂടെയോ പക്ഷികളിലൂടെയോ. അടുത്തതാണ് ബൈ ബേസ്റ്റിംഗ്, പൊട്ടിത്തെറിക്കുന്നതിലൂടെ. അപ്പോൾ ഇത്രയും വിത്തിൻ്റെ വിതരണം ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ, വിച്ച് അഡാപ്റ്റേഷൻ ഓഫ് പാപ്പസ് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ? അപ്പൂപ്പൻ താടിയെ അതിൻ്റെ വിത്ത് വിതരണത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏത് പ്രത്യേകതയാണ് എന്നാണ്. അതിൻ്റെ എന്ത് പ്രത്യേകതയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? മോർ വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ട് ഇൻ വാട്ടർ, ഹെയറി പാർട്സ്, അട്രാക്റ്റീവ് കളറ്. ഇതിൽ ഏത് ക്യാരക്ടറാണ് അപ്പൂപ്പൻ താടിയെ അതിൻ്റെ വിത്ത് വിതരണത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ ചെയ്താൻ പറ്റുക? അതിൻ്റെ ഹെയറി പാർട്സാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. രോമങ്ങൾ പോലുള്ള ഭാഗങ്ങളാണ്. കാരണം എന്താണ്? ദീസ് ലൈറ്റ് ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആക്ട് ലൈക്ക് എ പാരച്യൂട്ട് അലോയിങ് ദി വിൻഡ് ടു ക്യാരി ദി സീഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. ഈ രോമതുല്യമായ ഭാഗങ്ങൾ ഈ ഒരു പാരച്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു. ഇത് കാറ്റിലൂടെ വിത്തുകൾ ദൂരേക്ക് പറന്നു പോകാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഹെയറി പാർട്ടാണ് അപ്പൂപ്പൻ താടിയെ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നത്. 5 വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുത്. എ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഹെൽപ്പ് ഇറ്റ് ടു പാസ് ത്രൂ ദി പൈപ്പ്?
വെള്ളത്തിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് അതിനെ പൈപ്പിലൂടെ ഒഴുകിപ്പോവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, പൈപ്പിലൂടെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ എഴുതാം ഫ്ലൂയിഡിറ്റി, അതായത് ഒഴുകാനുള്ള കഴിവ്, ദ്രവ്യാവസ്ഥയാണ് അതിന് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? പൈപ്പിലൂടെ ഒഴുകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദർ ആർ വേരിയസ് ടൈപ്പ് ഓഫ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്, റൈറ്റ് എനി 3 ഓഫ് ദം. അവിടെ ധാരാളം വാട്ടർ കൺസർവേഷൻ മെത്തേഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിൽ 3 എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെ എഴുതാം? വാട്ടർ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലസംരക്ഷണ മാർഗ്ഗങ്ങളാണ്. ഇപ്പോൾ വിവിധ മാർഗ്ഗങ്ങളുണ്ട്, അവയിൽ ഏതെങ്കിലും 3 എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള സംരംഭം. അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാം, തടയണകൾ നിർമ്മിക്കൽ. അടുത്തത് വെൽ റീചാർജിങ്, കിണർ റീചാർജിങ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജലസംരക്ഷണ മാർഗ്ഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ദി സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ. ഇതിലേതാണ് വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് എന്നാണ് ചോദിക്കുന്നത്. എ വെല്ല്, ബി വാട്ടർ, സി വാട്ടർ വേപ്പർ, ഡി ഐസ്. വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഏതാണ്? ഇതിൽ സോളിഡ് സ്റ്റേറ്റ് ഏതാണ്? ഐസാണ് വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഐസാണ് സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് ആക്ടിവിറ്റി 6. യു മൈറ്റ് ഹാവ് ഡൺ ആൻ എക്സ്പെരിമെൻറ്റ് ഇൻ യുവർ classroom to prove that air is necessary for burning. What are the other material needed other than a matchbox? അപ്പോൾ കത്തുന്നതിന് വായു ആവശ്യമാണെന്ന് തെളിയിക്കുന്ന പരീക്ഷണത്തിന് തീപ്പെട്ടി അല്ലാതെ വേണ്ട മറ്റ് സാധനങ്ങൾ എന്തെല്ലാം? എന്താണ് പിന്നെ വേണ്ടത്? കാൻഡിൽ ആൻഡ് എ ഗ്ലാസ് ടംബ്ലർ. ഒരു മെഴുകുതിരിയും ഒരു ഗ്ലാസ് ടംബ്ലറുമാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി നോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ് ദാറ്റ് പ്രൂവ്സ് എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ്. കത്തുന്നതിന് വായു ആവശ്യമാണെന്ന് തെളിയിക്കുന്ന പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് എങ്ങനെ പറയാം? ലൈറ്റ് എ കാൻഡിൽ ആൻഡ് ഫിക്സ് ഇറ്റ് ഓൺ എ ടേബിൾ, കവർ ദി ബേണിംഗ് കാൻഡിൽ വിത്ത് എ ഗ്ലാസ് ടംബ്ലർ. എന്താണ്? കത്തുന്ന ഒരു മെഴുകുതിരിക്ക് മുകളിൽ ഒരു ഗ്ലാസ് കമഴ്ത്തി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ദി കാൻഡിൽ, നമുക്ക് എന്ത് കാണാൻ പറ്റും? ദി കാൻഡിൽ ഫ്ലിക്കേഴ്സ് ആൻഡ് ഗോസ് ഔട്ട് ആഫ്റ്റർ എ ഫ്യൂ സെക്കൻഡ്. കുറച്ച് സമയം കഴിയുമ്പോൾ മെഴുകുതിരി കെട്ടുപോകുന്നത് കാണാം. ഇതിന് ഇൻഫറൻസ് എന്താ? ദിസ് പ്രൂവ്സ് ദാറ്റ് ഓക്സിജൻ ഇൻസൈഡ് ഗ്ലാസ് വാസ് യൂസ്ഡ് അപ്പ് ആൻഡ് വിത്തൗട്ട് ഫ്രഷ് എയർ ബേണിംഗ് കനോട്ട് കണ്ടിന്യൂ. ഇതിന് കാരണം എന്താ? ഇതിൽ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഇതിൽ നിന്നും കത്തുന്നതിന് വായു ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ആ ഒരു ഗ്ലാസ് ടംബ്ലറിൻ്റെ ഉള്ളിലുള്ള എയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കത്തൂല. അപ്പോൾ അത് ഉള്ളത് വരെ കത്തുള്ളൂ എന്നാണ് പറയുന്നത്. എയറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പെട്രോള്, വിൻഡ്, സോളാർ എനർജി, കോള്. ഇതിലേതാണ് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ്? നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഏതൊക്കെയാണ്? പെട്രോള് അല്ലെങ്കിൽ കോളാണ് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ്. അടുത്തത് ആക്ടിവിറ്റി 7. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ ദി മാൻ മെയ്ഡ് മെഷീൻസ്, റൈറ്റ് എനി 2 സർവീസ് ദേ ഡു ടു അസ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ് ആണ്. അപ്പം അത് നമുക്ക് ചെയ്തു തരുന്ന 2 സർവീസ് എഴുതാനാണ് പറയുന്നത്. ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട്, വെതർ ഫോർകാസ്റ്റ്. ബാക്കി 2 നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? അടുത്തതായിട്ട് നമുക്ക് ടെലി കമ്മ്യൂണിക്കേഷൻ എഴുതാം. മൂന്നാമതായിട്ട് നാവിഗേഷൻ ഓർ GPS എഴുതാം. അടുത്തതായിട്ട് മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതിൽ 2 ബോക്സ് തന്നിട്ടുണ്ട്. എ ബോക്സിലുള്ളതാണ് സണ്ണ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, റോക്കറ്റ്, മൂൺ. ബി ബോക്സിലുള്ളതാണ് സാറ്റലൈറ്റ് ഓൺ എർത്ത്, സെൽഫ് ഗ്ലോയിങ്, വെതർ ഫോർകാസ്റ്റ്, ലോഞ്ചിങ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇൻ സ്കൈ. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സണ്ണാണെന്നുണ്ടെങ്കിൽ എന്താണ്? സണ്ണാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഗ്ലോയിങ് ആണ് സണ്ണ്, സെൽഫ് ഗ്ലോയിങ് ആണ് സണ്ണ്. പിന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വെതർ ഫോർകാസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് റോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ ദി സ്കൈ. അടുത്തത് മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത്, അതാണ് മൂൺ.
അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. നെയിം ദി മെത്തേഡ് ദാറ്റ് ഹെൽപ്സ് us റീച്ച് ദി ഡെസ്റ്റിനേഷൻ വെൻ വി ട്രാവൽ ത്രൂ ആൻ അൺനോൺ വേ. നമ്മളൊരു അറിയാത്ത വഴിയിലൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ തന്നത് എ ഷാഡോ, ബി TV, സി GPS, ഡി റേഡിയോ. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ തുറന്നിട്ട് നിങ്ങൾ മാപ്പൊക്കെ ഇടലില്ലേ, അപ്പോൾ നമ്മൾ ഏതാണ് ഹെൽപ്പ് ചെയ്യൽ? GPS ആണ് ഹെൽപ്പ് ചെയ്യാറ്. ഷാഡോയും TV റേഡിയോ ഒന്നുമല്ല, GPS ആണ് ഹെൽപ്പ് ചെയ്യാറ്.